അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ കഴിഞ്ഞ ദിവസം മുതൽ ഫലസ്തീനിൽ ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. വളരെയേറെ സന്തോഷം തോന്നിയ ഒരു ദിവസം. ഏറെ നാളത്തെ ഇസ്രയേലിൻ്റെ കൊടും ക്രൂരതകൾക്ക് ശേഷം കഴിഞ്ഞൊരു ദിവസം ഫലസ്തീനികൾ വെടിയൊച്ചകൾ കേൾക്കാതെ, ബോംബിൻ്റെ ആ ഒരു ഭീകരതയില്ലാതെ കഴിഞ്ഞൊരു രാത്രി അവർ കിടന്നുറങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വിജയമാണ്, അവരുടെ നേട്ടമാണ്. ലോകത്ത് ഇന്നേ വരെ ഒരു ജനതയ്ക്കും കൈവരിക്കാൻ കഴിയാത്ത വലിയൊരു നേട്ടം തന്നെയാണ് ഫലസ്തീനികൾ കൈവരിച്ചിട്ടുള്ളത്. കാരണം അവർ ഇത്രയും കാലം പോരാടിയത് ആരോടാണ്? ലോകത്തിലെ വൻ ശക്തികളോട്. ഒന്നുമല്ലാത്ത ഫലസ്തീനിലെ പാവപ്പെട്ട പോരാളികൾ അവർ ഈ 15 മാസക്കാലം പൊരുതി നിന്നു എന്നുള്ളത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അവർ ഒക്ടോബർ കഴിഞ്ഞ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി. ആ ഒരു ആക്രമണത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ ആക്രമണത്തിലേക്ക് അവരെ എത്തിച്ച സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണ്ടേ. കഴിഞ്ഞ രാത്രിയിലെ ചില മലയാളം ചാനലുകളിലെ തന്നെ ചില ചാനൽ ചർച്ചകളിൽ ചില ആളുകളൊക്കെ ഹമാസിനെ തീവ്രവാദികൾ ഹമാസ് തീവ്രവാദികൾ എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായി വിശേഷിപ്പിക്കുന്നത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. എങ്ങനെയാണ് ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുക? അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്നു എന്നല്ല അവരെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അവർ അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ലേ. നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തി നമ്മുടെ നാട് കൊള്ളയടിച്ചപ്പോൾ, നമ്മുടെ നാട്ടുകാരെ ആക്രമിച്ചപ്പോൾ 3 കോടിയിലധികം ആളുകൾ, 3 കോടിയിലധികം ഇന്ത്യക്കാരെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിനേക്കാളൊക്കെ എത്രയോ ആളുകളെ അവർ ഇവിടെ നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവർക്കെതിരെ സമരം ചെയ്തു, അവർക്കെതിരെ യുദ്ധം ചെയ്തു. നമ്മൾ ആരും നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് നമ്മൾ പറയൂ? ഒരിക്കലും ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഗസയിൽ ഫലസ്തീനിൽ എത്ര കാലം ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ 2023 ഒക്ടോബർ 7 കുറിച്ച് സംസാരിക്കുന്നു. ആ ഒക്ടോബർ 7 വരെ എത്ര 10,000 ഫലസ്തീനികളെയല്ലേ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത്. ഓരോ ദിവസവും ഫലസ്തീനിലെ ഒരാളെപ്പോലും ഇസ്രായേൽ കൊല്ലാത്ത ഒരു ദിവസം ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്കറിയാലോ. ലോകത്തിൻ്റെ പല ഭാഗത്തായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ഈ ജൂതന്മാർ ഒരു അഭയവുമില്ലാതെ, ഒരു ഗതിയും പരഗതിയുമില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവരുടെ സ്വഭാവദൂഷ്യം കാരണം പുറത്താക്കപ്പെട്ടപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ, നമ്മുടെ ഈ കൊടുങ്ങല്ലൂര്, ഈ പുല്ലൂറ്റ്, ഇങ്ങനെ പല ഈ കൊടുങ്ങല്ലൂരിൻ്റെ പരിസരങ്ങൾ ഇവിടെയൊക്കെ ഇവരുണ്ടായിരുന്നതാണ്. പക്ഷേ ഒരിടത്തും ഇവരെ ഒരാളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ലോകത്തൊരിടത്തും ഇവരെ സ്വീകരിച്ചില്ല. കാരണം ഇവർ കൂടെ കൂടി ഇവരിങ്ങനെ ചതിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്വീകരിച്ചില്ല. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടക്കുന്ന ഈ ജൂതന്മാരെ അന്നത്തെ അറബികൾ, അന്നത്തെ ഫലസ്തീനികൾ, പാവങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ എന്ന് കരുതി ഒരു ഭാഗം, ഫലസ്തീനിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തതല്ലേ. പിന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് എല്ലാവരും കുടിയേറി ഇവരൊരു ശക്തിയായി മാറിയപ്പോൾ ഇവർക്ക് അഭയം കൊടുത്ത ഫലസ്തീനികളെ തന്നെ ആക്രമിക്കുന്ന ഒരു സംഭവമല്ല, ഒരു സ്ഥിതിവിശേഷമല്ല ഉണ്ടായത്. അന്ന് ഈ ഫലസ്തീനും ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പോരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇവർ കാണിച്ചു വെച്ച ഒരു പരിപാടിയാണല്ലോ. ഇന്ത്യയിൽ മതകീയമായി ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കിയ അതേ ഒരു ഇവരുടെ കുബുദ്ധി, അതേ പ്രയോഗം ഫലസ്തീനിൽ നടത്തി എന്നുള്ളതാണ്. അവിടുത്തെ ഫലസ്തീനികൾക്ക് അവിടെ രാജ്യമുണ്ടാക്കാനുള്ള അനുമതി നൽകുന്നതിന് പകരം ഫലസ്തീനികളെ ഒന്നുമല്ലാതാക്കി അവിടെ കുടിയേറി പാർത്ത ഈ ജൂതന്മാർക്ക് രാഷ്ട്രമുണ്ടാക്കാനുള്ള എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവരുടെ അടിമകളാക്കി ഫലസ്തീനികളെ മാറ്റുകയല്ല ഇത്രയും കാലം ചെയ്തത്. ആ രാജ്യത്തിന്, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സമാധാനം നൽകാതെ നിരന്തരം അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുക. ഒരു വെള്ളിയാഴ്ച സമാധാനത്തോടുകൂടി ഒരു ജുമാ നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല, ഒരു പെരുന്നാൾ നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല. അതിനിടയിലേക്ക് നിരന്തരമായി ഇരച്ചു കയറി അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഇസ്രായേലിൻ്റെ സൈനികരെയാണ് നമ്മളൊക്കെ എപ്പോഴും വാർത്തകളിലൂടെ വായിക്കുന്നതും കാണുന്നതും. ഇപ്പോഴും ഈ യുദ്ധത്തിന്, ഈ ഒക്ടോബർ 7 മുമ്പുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെയാണ് വളരെ ക്രൂരമായി ഈ ഇസ്രായേലി സേന വെടിവെച്ച് കൊലപ്പെടുത്തുന്നതും, കുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും, സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ, അതിൻ്റെ ചിത്രങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വെറുതെ ഒന്ന് വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ തന്നെ ഓരോ വർഷവും ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഫലസ്തീനികളുടെ കണക്ക് വിക്കിപീഡിയയിൽ തന്നെ കുറേയൊക്കെ കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ നിരന്തരം ഇവർ ആക്രമിച്ചിരുന്ന ഇസ്രായേലുകാരെ
അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ തിരിച്ചാക്രമിച്ചു. മാത്രമല്ല ആ ഒരു ആക്രമണത്തെക്കുറിച്ച് വീണ്ടും കുറേ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഈ ഒരു ആക്രമണം ഉണ്ടായത് ഇസ്രയേലിനെ അങ്ങോട്ട് ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഇസ്രയേൽ ഗസയെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതിയും നേരത്തെ തയ്യാറാക്കിയിരുന്നു. അത് മണത്തറിഞ്ഞാണ് ഹമാസ് അങ്ങോട്ട് ആക്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ഇസ്രയേലിൻ്റെ സൈനിക രഹസ്യങ്ങൾ, ഈ ഒരു യുദ്ധം എന്ന പേരിൽ ഇസ്രയേൽ തുടങ്ങിയ ക്രൂരതകൾക്ക് ശേഷം ഇസ്രയേലിൻ്റെ സൈനിക രഹസ്യങ്ങളിൽ പലതും പുറത്തായിരുന്നു. പല സൈനികരും വെളിപ്പെടുത്തിയിരുന്നു. അവരുടെ പദ്ധതി തന്നെ ഫലസ്തീനികളെ ഈജിപ്തിലെ സീനാ മരുഭൂമിയിലേക്ക് നാടുകടത്തലായിരുന്നു. അതിനുവേണ്ടി ഇസ്രയേൽ തന്നെ നേരത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഹമാസ് ഇത് മണത്തറിയുന്നതും ഹമാസ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നതും എന്നൊക്കെ നമ്മളൊക്കെ കണ്ടതാണ് വാർത്തകളിലും മറ്റുമൊക്കെ. ഇസ്രയേലിൻ്റെ സൈനികർ തന്നെ പുറത്തുവിട്ട ഇസ്രയേലിൻ്റെ സൈനിക രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 അങ്ങോട്ട് കയറി ആക്രമിച്ചു എന്നുള്ളത്, അവിടെ നിരപരാധികളെ ഹമാസിൻ്റെ കരങ്ങൾ കൊണ്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതുവരെ ഈ ഇസ്രയേൽ, ഈ ജൂതന്മാർ, ഈ പാവപ്പെട്ട ഫലസ്തീനികളെ കൊല്ലാക്കൊല ചെയ്തതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. എന്നിട്ട് കഴിഞ്ഞ 15 മാസക്കാലത്തോളം എന്താണ് ഇസ്രയേൽ ഗസയിൽ കാണിച്ചു കൂട്ടിയത്? ആ നാട് തകർത്ത് തരിപ്പണമാക്കിയില്ല. അവിടെയുള്ള സ്കൂളുകൾ, അവിടെയുള്ള ആരാധനാലയങ്ങൾ, പള്ളികൾ, ഹോസ്പിറ്റലുകൾ ഒന്നും വിടാതെ എല്ലാം ഇടിച്ച് തകർത്ത് ആ നാടിലെ ആ മണ്ണിലെ 1 ഇഞ്ച് പോലും ബാക്കി വയ്ക്കാതെ എല്ലാം കുഴിച്ചു മാന്തി അവിടെയുള്ള 19,000-ഓളം മനുഷ്യർ, അതിൽ 20,000-ഓളം കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് വല്ലാത്ത അത്ഭുതം. ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത് മുഴുവൻ കുഞ്ഞുങ്ങളെയാണ്. തെരഞ്ഞു പിടിച്ച് കുഞ്ഞുങ്ങളെ ക്രൂരമായി വധിക്കുക. അങ്ങനെ ഇത്രയും ആളുകൾ അവിടെ കൊലപ്പെടുത്തിയിട്ട് ആ നാടിനെ പൂർണ്ണമായും ഉപരോധിച്ച് ഭക്ഷണം നൽകാതെ, അവർക്ക് മരുന്ന് നൽകാതെ, എല്ലാ നിലക്കും അവരെ ദ്രോഹിച്ചിട്ട് ആരാണ് ഇസ്രയേൽ? ഈ പറയുന്ന വൻ ശക്തികളുടെ, അമേരിക്ക, ഈ ബ്രിട്ടൻ തുടങ്ങുന്ന വൻ ശക്തികളുടെ പിന്തുണ ഉപയോഗിച്ച്, അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച്, അവരുടെ സൈനികരെ ഉപയോഗിച്ച് ഇതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, പല മുസ്ലിം രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന പല രാജ്യങ്ങളുടെയും എല്ലാവിധ സഹായവും സ്വീകരിച്ചിട്ടാണ് ഈ പാവങ്ങളെ ഇങ്ങനെ ക്രൂരമായി കഴിഞ്ഞ 15 മാസക്കാലം ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ആരുടെയും സഹായമില്ല. കാരണം അവർ അങ്ങോട്ട് സഹായം എത്തിക്കാനും കഴിയൂല. ഗസ വളഞ്ഞിട്ടിട്ടാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത്. എന്നിട്ടും ഇവരുടെ ഈ ക്രൂരതകൾക്കിടയിൽ ഇവർ പിടിച്ചു നിന്നു എന്നുള്ളത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം, ഗസയെ സംബന്ധിച്ചിടത്തോളം, ഗസയിലെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേട്ടം തന്നെയാണ്, വിജയം തന്നെയാണ്. ഈ 15 മാസക്കാലം ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചിട്ടും ഹമാസ് ഇസ്രയേലിൽ നിന്നും കൊണ്ടുവന്ന ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തത്, ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയാത്തത്, ഹമാസിൻ്റെ ടണലുകളെ നശിപ്പിക്കാൻ കഴിയാത്തത് ഈ ലോകത്തിലെ വൻശക്തികളെ സംബന്ധിച്ചിടത്തോളം ലോക പരാജയമല്ലേ. ഇവിടെ ആരുമായിട്ടാണ് ഇവർ പരസ്പരം യുദ്ധം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ നോക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വൻശക്തികളും അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര രാജ്യം പോലുമല്ലാത്ത പതിറ്റാണ്ടുകളായി ഇസ്രയേലിൻ്റെ ഉപരോധത്തിൽ കഴിയുന്ന ഒരു ചെറിയൊരു പ്രദേശത്തെ ചെറിയൊരു സ്വാതന്ത്ര്യ സമര പോരാളികളുമായിട്ടാണ്. ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത് ലോകത്തിലെ ഏറ്റവും മാരകശേഷിയുള്ള ആയുധങ്ങളാണെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങളാണ്, ബ്രിട്ടൻ്റെ ആയുധങ്ങളാണെങ്കിൽ ഈ പാവങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? അവിടെയുള്ള കല്ലും വടിയും ഉള്ളുമൊക്കെയല്ല. അതൊക്കെ ഉപയോഗിച്ച് ഇത്രയും കാലം അവർ ഇസ്രയേലിനെതിരെ പിടിച്ചു നിന്നു എന്നുള്ളത് തന്നെ അവരുടെ വിജയമല്ലേ. 24 മണിക്കൂർ വേണ്ട ഞങ്ങൾക്ക് ഗസ തകർക്കാനും ഹമാസിൻ്റെ ടണലുകൾ നശിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും എന്നാണ് 2023 ഒക്ടോബർ 8 ഇസ്രയേലിലേക്ക് കടക്കുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ സൈനിക തലവന്മാരും ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 15 മാസം കഴിയുമ്പോഴും ഹമാസ് അങ്ങോട്ട് കൊടുത്തതല്ലാത്ത ഒരു ബന്ദിയെപ്പോലും ആ ഗസക്കകത്ത് നിന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലോക പരാജയമാണ്. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പോരാളികൾ ബന്ദികളുമായി പുറത്തേക്ക് വരുന്ന ആ ഒരു രംഗമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇസ്രയേലും പറയുന്ന വൻശക്തികളും കൂടി അരിച്ചു പെറുക്കിയിട്ട് ഗസയിലെ ആ നാടിലെ 1 ഇഞ്ച് ഭൂമി പോലും വിടാതെ കുഴിച്ചു നോക്കിയിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആ ഹമാസിൻ്റെ പോരാളികൾ അവരൊളിപ്പിച്ചു വെച്ച ബന്ദികളുമായി അതേ ഗസയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ചിത്രങ്ങൾ. ബന്ദികൾ പറയുന്നു, ഞങ്ങൾക്കൊരു പോറൽ ഏൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾ സുരക്ഷിതരായിരുന്നു, ഞങ്ങളെ വേണ്ടതുപോലെ തന്നെ ഹമാസ് പരിഗണിച്ചിരുന്നു എന്നൊക്കെ ആ ബന്ദികൾ, മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ പറയുന്നു. അതേസമയം ഇസ്രയേലിൻ്റെ ജയിലിൽ നിന്ന്
വിട്ടയച്ച ബന്ദികൾ, ഫലസ്തീനികളായ ബന്ദികൾ പറയുന്നത് വളരെ ക്രൂരമായിരുന്നു ഇത്രയും കാലത്തെ ഇസ്രയേലിനകത്തുള്ള ജീവിതം എന്നൊക്കെ. അപ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ തീവ്രവാദികൾ, ആരാണ് യഥാർത്ഥത്തിൽ ക്രൂരന്മാർ, ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. 19,000-ഓളം നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ, അതിൽ തന്നെ 20,000-ഓളം കുഞ്ഞുങ്ങൾ, പിന്നെ അധികവും സ്ത്രീകളാണ്. ഇങ്ങനെയുള്ള ഈ നിരപരാധികളെ കൊന്നൊടുക്കിയ, ആ നാട് തകർത്ത് തരിപ്പണമാക്കിയ, അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകാതെ ഇത്രയും കാലം അവരെ ഉപരോധിച്ച ഈ ഇസ്രയേലിൻ്റെ യഥാർത്ഥ ക്രൂരന്മാരും യഥാർത്ഥ വഞ്ചകരും അതോടൊപ്പം യഥാർത്ഥ തീവ്രവാദികളും ഇവർ തന്നെയല്ലേ. ഇവർക്കെതിരെ ഇത്രയും കാലം എല്ലാം സഹിച്ച് ക്ഷമിച്ച് കീഴടങ്ങാതെ പൊരുതിയ ഈ ഫലസ്തീനികളല്ലേ, ഗസയിലല്ലേ, ജനങ്ങളല്ലേ യഥാർത്ഥത്തിൽ ധീരന്മാർ, യഥാർത്ഥത്തിൽ പോരാളികൾ. അവരല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഇക്കണ്ട കാലമത്രയൊക്കെ ഇങ്ങനെയൊക്കെ ക്രൂരമായി അവരെ ആക്രമിച്ചിട്ടും അവരെ കൊല്ലാക്കൊല ചെയ്തിട്ടും അവരെ എല്ലാ നിലക്കും ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ, ഒരു ജനതയെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല, അവർ പരാജയം സമ്മതിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകശക്തികളെ സംബന്ധിച്ചിടത്തോളം ലോക പരാജയം തന്നെയാണ്, അവർക്ക് ലോക നാണക്കേട് തന്നെയാണ്.